ഒരു ഒഴിഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ ബ്രാൻഡുകളൊന്നിനെ സൃഷ്ടിക്കാൻ സഹായിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ കഥയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങൾ മാർക്കറ്റിങ്ങിനെ ഒരിക്കലും പഴയ രീതിയിൽ കാണില്ല. 1990കളുടെ അവസാനം ഒരു പുതിയ എനർജി ഡ്രിങ്ക് വിപണിയിലെത്തി. പേര് റെഡ് ബുൾ. പക്ഷേ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ആർക്കും ആ ബ്രാൻഡിനെ അറിയില്ല. TV പരസ്യങ്ങൾക്ക് വലിയ ബജറ്റില്ല, വമ്പൻ സെലിബ്രിറ്റികളില്ല, മാർക്കറ്റിൽ ശക്തമായ എതിരാളികൾ മാത്രം. ഇപ്പോൾ നിങ്ങൾ ആ കമ്പനിയുടെ സ്ഥാപകനായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോഴാണ് റെഡ് ബുള്ളിന്റെ ആദ്യകാല മാർക്കറ്റിങ്ങിനെ കുറിച്ച് വർഷങ്ങളായി പ്രചരിക്കുന്ന ഒരു കൗതുകകരമായ കഥ വരുന്നത്. റെഡ് ബുൾ ആളുകൾക്കിടയിൽ ഇതിനകം തന്നെ പ്രിയങ്കരമാണെന്ന് വരുത്തി തീർക്കേണ്ടത് അതിന്റെ സ്ഥാപകനായ ഡീട്രിച്ച് മാറ്റഷീറ്റ്സിന്റെ ആവശ്യമായിരുന്നു. അതിനായി അദ്ദേഹം തികച്ചും ബുദ്ധിപരമായ ഒരു കാര്യം ചെയ്തു. വിദ്യാർത്ഥികളെ ബ്രാൻഡ് അംബാസഡർമാരാക്കി സൗജന്യമായി റെഡ് ബുൾ വിതരണം ചെയ്തു. ക്യാമ്പസുകളിലും നൈറ്റ് ക്ലബ്ബുകളിലും മ്യൂസിക് ഫെസ്റ്റിവലുകളിലും യുവാക്കൾ കൂടുന്നിടത്തെല്ലാം അവർ പ്രത്യക്ഷപ്പെട്ടു. ആ കഥ പറയുന്നത് ഇങ്ങനെയാണ്. അവർ ഉപയോഗിച്ചൊഴിഞ്ഞ ക്യാനുകൾ എല്ലാവരും കാണുന്ന സ്ഥലങ്ങളിൽ മനഃപൂർവ്വം ഉപേക്ഷിക്കുമായിരുന്നു. അടുത്ത ദിവസം ആ വഴി നടന്നു വരുന്ന ഒരാൾ അവിടുത്തെ വേസ്റ്റ് ബിന്നിലേക്ക് നോക്കും. അവിടെ 1 ക്യാൻ, 2 ക്യാൻ, 10 ക്യാൻ എല്ലാം റെഡ് ബുൾ. അപ്പോൾ ബ്രെയിൻ ഒരു നിമിഷം കൊണ്ട് ഒരു നിഗമനത്തിലെത്തും. ഇത്രയും അധികം ആളുകൾ ഇത് കുടിക്കുന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണം. ആരും നിങ്ങളെ നിർബന്ധിച്ചില്ല, ആരും പരസ്യവും കാണിച്ചില്ല. പക്ഷേ നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞു. അടുത്ത തവണ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലോ കഫേയിലോ പോകുന്നു. അവിടുത്തെ കൗണ്ടറിൽ നിങ്ങൾ ചോദിക്കുന്നു, റെഡ് ബുൾ ഉണ്ടോ? ആദ്യമൊക്കെ കുറച്ചാളുകൾ മാത്രം ചോദിച്ചു, പിന്നീട് കൂടുതൽ ആളുകളായി. ആളുകൾ തുടർച്ചയായി ചോദിക്കാൻ തുടങ്ങിയതോടെ ആ കഫേകളും റെസ്റ്റോറൻറ്റുകളും റെഡ് ബുൾ വാങ്ങി സൂക്ഷിക്കാൻ നിർബന്ധിതരായി. മാത്രമല്ല വലിയ സ്റ്റോറുകളും അത് വാങ്ങി വിൽക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ഒരു ചെറിയ ബ്രാൻഡ് ആഗോള പ്രതിഭാസമായി വളർന്നു. ഇപ്പോഴാണ് ഈ കഥയിലെ വലിയൊരു ട്വിസ്റ്റ്. റെഡ് ബുൾ ആദ്യം ആളുകളെ അവരുടെ ഡ്രിങ്ക് വാങ്ങാൻ പ്രേരിപ്പിച്ചില്ല, മറിച്ച് മറ്റെല്ലാവരും ഇതിനകം തന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു. ഇതിനെ സൈക്കോളജിയിൽ പറയുന്നത് ബാൻഡ് വാഗൺ എഫക്റ്റ് എന്നാണ്. നമ്മൾ പലപ്പോഴും ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുന്നില്ല, മറ്റുള്ളവർ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മളും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് നിറഞ്ഞ റെസ്റ്റോറൻറ്റുകൾക്ക് വീണ്ടും തിരക്ക് കൂടുന്നത്, നീണ്ട ക്യൂ കണ്ടാൽ ആളുകൾ ക്യൂ നിൽക്കുന്നത്, ലക്ഷക്കണക്കിന് വ്യൂ കണ്ടാൽ ആ വീഡിയോ നമ്മളും തുറക്കുന്നത്. കാരണം ജനപ്രീതി ആകർഷിക്കുന്നു. അതിനാൽ ഈ കഥയിലെ വലിയൊരു പാഠം ഇതാണ്. നിങ്ങൾ വിൽക്കുന്നത് ഉൽപ്പന്നമല്ല, ആളുകളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ധാരണയാണ്. ഒരിക്കൽ ആ ധാരണ യാഥാർത്ഥ്യമായാൽ നിങ്ങളുടെ ബ്രാൻഡ് സ്വയം വളരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇന്നും മാർക്കറ്റിംഗിൽ ഈ പഴമൊഴി ഉള്ളത്. പീപ്പിൾ ഡോണ്ട് ബൈ വാട്ട്സ് ദ ബെസ്റ്റ്, ദേ ഓഫൺ ബൈ വാട്ട് ദേ ബിലീവ് എവരിവൺ എൽസ് ഓൾറെഡി ലവ്സ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.